Hi friends, welcome back. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് രാജസ്ഥാനി റവ പൂരിയുടെ റെസിപ്പി ആയിട്ടാണ്. ഇതിൽ നമ്മൾ മെയിനായിട്ട് റവയും അതേപോലെ തന്നെ ഗോതമ്പ് പൊടി യൂസ് ചെയ്തിട്ടാട്ടോ തയ്യാറാക്കിയെടുക്കുന്നത്. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, എന്നാലും നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പൂരിയും കൂടെയാണ് കേട്ടോ. പിന്നെ നമ്മൾ ഇതിലേക്ക് സൈഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഉരുളക്കിഴങ്ങ് വെച്ചിട്ടുള്ള ഒരു മസാലയും കൂടെ തയ്യാറാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട കാണാം. അതുപോലെ തന്നെ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കിയതിന് ശേഷം അതിൻ്റെ ഫീഡ്ബാക്കും കൂടെ എന്നെ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്ക് പൂരി തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് റവ ഇട്ട് എടുത്തിട്ടുള്ളത്. ഫസ്റ്റ് നമുക്ക് ഈ റവ ഒന്ന് കുതിർത്തി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് ചൂടുവെള്ളം ആട്ടോ എടുത്തിട്ടുള്ളത്. അതിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുക്കുകയാണ്. 1 കപ്പ് നിറച്ചിട്ട് എടുക്കണേ ചൂടുവെള്ളം തന്നെ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു 10 മിനിറ്റ് ഒന്ന് കുതിരാനായിട്ട് മാറ്റി വെക്കാം. അപ്പോഴേക്ക് നമുക്കിതിലേക്കുള്ള മസാല ഒന്ന് തയ്യാറാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ മസാല തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചൂടായ പാനിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ കടുകും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ 2 അല്ലി കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് കൂടെ തന്നെ ഒരു ടീസ്പൂണ് ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതും 1 ടീസ്പൂൺ തന്നെ വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതും പിന്നെ ഒരു 4 അല്ലെങ്കിൽ 5 പച്ചമുളക് ഇട്ട് അത് എരിവിനനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഒന്ന് ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം ചെറിയ ഉള്ളി ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം നല്ലതുപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മീഡിയം സൈസുള്ള 2 വലിയ ഉള്ളി ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഇങ്ങോട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ളൊരു ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതിൽ നന്നായിട്ട് വഴറ്റിയെടുക്കണം. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഒരുപാട് പേരുണ്ടാകുമ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ തൊട്ട് താഴെ കാണുന്ന ഒരു സബ്സ്ക്രൈബ് ബട്ടണും അതിന് തൊട്ട് തന്നെ ഒരു കുഞ്ഞ് ബെല്ലൈക്കണും കൂടെ വരും കേട്ടോ. അതിൽ ഓളൊന്ന് ഓപ്ഷനും കൂടെ ഒന്ന് സെലക്ട് ചെയ്യണം. എന്നാൽ മാത്രമേ ഞാൻ ഇതുപോലുള്ള വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിന് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. ഇപ്പോൾ ഉള്ളി നല്ലതുപോലെ വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്കൊരു മീഡിയം സൈസുള്ള ഒരു തക്കാളി കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അതങ്ങ് ഇട്ട് കൊടുക്കാം. ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ അടുത്ത് കണ്ട് മുളക് പൊടിയും പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം, ആ ഒരു പച്ച സ്മെല്ല് പോകുന്നത് വരെ. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 3 മീഡിയം സൈസുള്ള ഉരുളക്കിഴങ്ങ് ഒന്ന് പുഴുങ്ങിയെടുത്തിട്ട് ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ മതി, എന്നാൽ പെട്ടെന്ന് തന്നെ ലൂസായിട്ട് കിട്ടും. പിന്നെ കൂടുതൽ വെള്ളം വേണമെന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ കുറച്ച് അധികം വെള്ളം ഒഴിക്കട്ടോ. അതിപ്പോൾ ഞാനൊരു മസാല ആക്കിയിട്ടാണ് എടുക്കുന്നത്. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ലാസ്റ്റിൽ കുറച്ച് മല്ലിച്ചപ്പ് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഒരു പിടി മല്ലിച്ചപ്പാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നല്ല ലൂസായിട്ട് വേണമെന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാൻ ഇതിലേക്ക് ആക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഈ ഒരു മസാല. ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മസാല ദോശ ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽക്കൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഉരുളക്കിഴങ്ങിൻ്റെ മസാല കേട്ടോ. ഇനി ഇത് മാറ്റി വെക്കാം. ഈ പൂരി എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ അത് നമ്മൾ നേരത്തെ കുതിരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന റവ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. കണ്ടില്ല, നല്ലതുപോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അടുത്തായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഞാനിവിടെ 1.5 കപ്പ് ഗോതമ്പ് പൊടി കേട്ടോ. ഇതിപ്പോൾ 1 കപ്പ് ഉണ്ട്. പിന്നെ ഒരു 1/2 കപ്പ് ഗോതമ്പ് പൊടിയും ആഡ് ചെയ്തിട്ട് അങ്ങനെ 1.5 കപ്പാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു ഉരുളക്കിഴങ്ങ് ഒന്ന് പുഴുങ്ങിയെടുത്തിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തതാട്ടോ. അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂണോളം ചില്ലി ഫ്ലേക്സും പിന്നെ 1 ടീസ്പൂണ് ചെറിയ ജീരകം ഒന്ന് പൊടിച്ചെടുത്തിട്ടുള്ളതാട്ടോ. അത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു പിടി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക കേട്ടോ. കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് അങ്ങ് കുഴച്ചെടുത്താൽ മതി. വെള്ളം കുറവായിട്ട് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് കുറേശ്ശെ പച്ചവെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്താ വെച്ചാൽ ഉരുളക്കെങ്കിലും കുറച്ച് വെള്ളം ഉണ്ടാവും. അതേപോലെ തന്നെ നമ്മൾ റവയിലും വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിതുപോലെ കുറേശ്ശെ കുഴച്ചതിന് ശേഷം വെള്ളം കുറവായിട്ട് വരുമ്പോൾ ലാസ്റ്റ് കുറച്ച് പച്ചവെള്ളം ഒഴിച്ചിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ തന്നെ അങ്ങ് കുഴച്ചെടുക്കുക. അപ്പോൾ കുറച്ച് വെള്ളം കുറവായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് അങ്ങ് കുഴച്ചെടുക്കുകയാണ്. ഇപ്പോൾ ഇതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ലാസ്റ്റിൽ നമ്മൾ കുറച്ച് ഓയിൽ അതിൻ്റെ മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒരു 10 മിനിറ്റ് ഒന്ന് മൂടി വെക്കാം കേട്ടോ. അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്താൽ മതി, പൂരി പൊരിച്ചെടുക്കാം. ഇനി നമ്മളിതിന്ന് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കുക കേട്ടോ. വല്ലാണ്ടങ്ങ് ചെറുതാക്കേണ്ട, ഒരു മീഡിയം വലിപ്പത്തിൽ ഈ ഒരു സൈസിലാക്കിയിട്ട് ഇങ്ങനെ ഉരുട്ടിയിട്ട് നമുക്ക് എല്ലാം മാറ്റി വെക്കാം.
ഈ ഒരു വലുപ്പത്തിൽ കേട്ടോ, കുറച്ചൊരു വലുപ്പം ഉണ്ടായിക്കോട്ടെ. ഇനി അതെല്ലാം ഇതേ ഒരു സൈസിലാക്കി ഇതുപോലെ ഉരുട്ടി വെക്കാം. അപ്പോൾ ഇതെല്ലാം ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ എന്ത് ചെയ്യാം, ഇതൊന്ന് ചെറുതായിട്ട് പരത്തിയെടുക്കണം. വല്ലാണ്ട് അങ്ങ് പരത്തണ്ട, ഒരു കുറഞ്ഞൊരു തിക്നെസ്സിൽ കുറച്ചൊന്ന് പൊടിയിൽ മുക്കിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാം, സാധാരണ ചപ്പാത്തിയൊക്കെ പരത്തിയെടുക്കില്ല അതേപോലെ തന്നെ, പക്ഷേ ഇത് കുറച്ചൊരു കട്ടിയിലാക്കിയിട്ടാണ് പരത്തുന്നത്. വല്ലാണ്ട് അങ്ങ് നൈസാക്കി എടുക്കണ്ട. ഇതൊന്ന് പതുക്കെ അങ്ങ് പരത്തിയെടുക്കാം. അപ്പോൾ അത് ഈ ഒരു വലുപ്പത്തിലാട്ടോ ഞാനിത് പരത്തിയെടുത്തിട്ടുള്ളത്, കണ്ടില്ലേ? ഈ ഒരു വലുപ്പത്തിൽ നമ്മൾ പരത്തിയെടുക്കാം. ഇത് മാറ്റി വെക്കട്ടെ. നമുക്ക് ഒന്നായിട്ട് ഇതുപോലെ പരത്തിയിട്ട് ലാസ്റ്റിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കുക കേട്ടോ. കുറച്ചൊരു പൊടി ഇട്ട് കൊടുത്താൽ മതി. നമ്മൾ കഴിക്കാനാവുന്ന ടൈമിൽ എടുത്തിട്ട് അങ്ങ് ഫ്രൈ ചെയ്തെടുത്താൽ മതി. നല്ല ക്രിസ്പിയാണ്, അതുപോലെ തന്നെ തണുത്ത് പോയാലും നല്ലൊരു സോഫ്റ്റ് ഉണ്ടാവും നമ്മളിതിൽ ഉരുളക്കിഴങ്ങൊക്കെ ആഡ് ചെയ്തുകൊണ്ട് തന്നെ. അപ്പോൾ അതാ പൂരി പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഓയിൽ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഓരോന്നിട്ടിട്ട് അങ്ങ് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. നല്ല ചൂടായ എണ്ണയിലേക്ക് വേണം കേട്ടോ ഇട്ട് കൊടുക്കാൻ. ഒന്നിങ്ങനെ പൊങ്ങി വരാന്നിട്ട് ടൈമിൽ ഒന്ന് ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്താൽ മതി. അപ്പോൾ പെട്ടെന്ന് തന്നെ അങ്ങ് പൊങ്ങി വരും കേട്ടോ. കണ്ടില്ല, ഇതുപോലെ പൊങ്ങി വരും. പിന്നെ ഒന്ന് തിരിച്ചിട്ടിട്ടും മറിച്ചിട്ടിട്ടും ഒന്നും കൂടി ഒന്ന് അങ്ങ് വേവിച്ചെടുക്കാനേ ഉള്ളൂ. അപ്പോൾ അതാ നമ്മളെ പൂരി റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ അങ്ങ് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. ഇപ്പോൾ അത് നന്നായിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ല, നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഇതാക്കുമ്പോഴൊക്കെ നന്നായിട്ട് പൊട്ടി പോരും. നല്ല ക്രിസ്പിയാണ്, കണ്ടില്ല? ഉള്ളൊക്കെ നല്ല പോലെ പൊങ്ങി വന്ന് നല്ല കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. ആ ഒരു ജീരകത്തിൻ്റെയും ആ ഒരു മല്ലിച്ചപ്പയുടെ ടേസ്റ്റൊക്കെ വരുമ്പോൾ നല്ലൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് നമ്മുടെ ഈ ഒരു പൂരിക്ക്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. പിന്നെ നമ്മുടെ ഈ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ മസാലയും കൂടി കൂട്ടി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം അതിൻ്റെ ഫീഡ്ബാക്ക് തന്നെ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്, താങ്ക് യു, അസ്സലാമു അലൈക്കും.